പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇസ്രയേൽ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇറാൻ. 320 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. നീക്കം ഇറാനിലെ ജനങ്ങൾക്കെതിരെയല്ല, ഭരണകൂടത്തിനെതിരെയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. നഷ്ടമായ ഓരോ ജീവനും പകരം ചോദിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും വ്യക്തമാക്കി. ഇതിനിടെ സമാധാന ശ്രമവുമായി അറബ് രാജ്യങ്ങൾ രംഗത്തെത്തി. ഖത്തർ അമീറും സൗദി കിരീടാവകാശിയും ട്രംപുമായി സംസാരിച്ചു. വിനിത വേണു നൽകും വിശദാംശങ്ങൾ. വിനിത, ഗുഡ് മോർണിംഗ്. പറഞ്ഞു തുടങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം, അത്രയേറെ ആശങ്കയുണ്ടാക്കുന്നു പശ്ചിമേഷ്യയിൽ. യുദ്ധഭീതി, ഒരു യുദ്ധത്തിന്റെ സാഹചര്യമെന്നല്ല, യുദ്ധത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു ആണവ യുദ്ധത്തിലേക്ക് വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള നിലയിലാണ് ഇരു രാജ്യങ്ങളുടെയും കിടപ്പ് എന്നുള്ളതുകൂടി ആശങ്കയേറ്റുന്നതല്ലേ? ശ്രുതി, ഗുഡ് മോർണിംഗ്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ലോകമാകെ പശ്ചിമേഷ്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. കാരണം ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തുന്നു. വ്യോമാക്രമണം തുടരുകയാണ് ഇരു രാജ്യങ്ങളും. അശാന്തി തന്നെയാണ് ആ മേഖലയിൽ നിന്ന് തന്നെ പറയണം. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നത് ഇറാനിൽ വീണ്ടും ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണത്. 2 ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായെന്നാണ്. ഫോർദോ, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം. ഫോർദോ എന്ന് പറയുന്നത് ഇറാനിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ആണവ കേന്ദ്രമാണ്. അതായത് ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടു എന്ന വിവരം വരുന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇതിൽ മെഹ്റാബാദ് വിമാനത്താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മെഹ്റാബാദ് വിമാനത്താവളത്തിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിമാനത്താവളത്തിലാകെ തീ പടർന്ന നിലയിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി സ്ഫോടനങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അടി തിരിച്ചടി എന്ന നിലയിൽ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിക്കുകയാണ്. 320 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ, അവർ റൈസിംഗ് ലയൺ എന്ന് പേരിട്ടുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ ഇറാന് വലിയ ആഘാതമാണ് ഉണ്ടായത്. കാരണം 100-ലധികം കേന്ദ്രങ്ങളിൽ ബോംബിട്ടിരുന്നു. ഇറാൻ സേനാ മേധാവി അടക്കം ഇറാൻ സൈന്യത്തിലെ ആദ്യ 4 സ്ഥാനക്കാരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. രാജ്യത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനിയുടെ മുഖ്യ ഉപദേഷ്ടാവും 6 ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടവരിലുണ്ട്. പാർപ്പിട സമുച്ചയങ്ങൾ തകർക്കപ്പെട്ടു. കുട്ടികളടക്കമാണ് ഇപ്പോൾ 78 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും ഒക്കെ തന്നെയും ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. മാത്രമല്ല ഇറാന്റെ സായുധ സേനാ വിഭാഗമായ IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ആസ്ഥാനത്ത് വരെ സ്ഫോടനം നടത്തി എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ മണ്ണിൽ നിന്ന് തന്നെ ഇസ്രായേൽ ചാരസംഘടനയെ മൊസാദ് ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഇത്രയധികം രഹസ്യ ആക്രമണ താവളം വരെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മൊസാദ് സ്ഥാപിച്ചുകൊണ്ടാണ് ഇറാനിൽ ആക്രമണം നടത്തിയത്. അതായത് ഇന്നലെ പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ ആക്രമണമാണ്. 5 ഘട്ടങ്ങളായി 100 കേന്ദ്രങ്ങളിലാണ് 200-ലേറെ പോർ വിമാനങ്ങൾ ആക്രമണം നടത്തിയത്. അതിന് പിന്നാലെ രൂക്ഷമായ സംഘർഷം തുടരുന്നു. ഇറാൻ ഇപ്പോൾ വലിയ തിരിച്ചടി നൽകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. 300-ലധികം മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിൽ ഇറാൻ ആക്രമണം നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. ഇതിൽ വലിയ ആൾനാശം ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ അത് സ്ഥിരീകരിക്കണം. ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞത്, ഇറാൻ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് മിസൈലുകൾ തൊടുക്കുന്നത്, ഇതിന് വീണ്ടും തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. അതായത് ഇസ്രായേൽ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ സാധ്യതയില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുതന്നെയാണ് പറയുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഇത്രയധികം നാശം ഇറാന് വരുത്താൻ കഴിയുമെങ്കിൽ കൂടുതൽ ആക്രമണം ഉണ്ടാകും എന്നുള്ള സൂചന കൂടി നെതന്യാഹു നൽകുന്നു. പക്ഷേ ഇസ്രായേൽ ഇറാൻ ജനതയ്ക്കൊപ്പമാണ്, സൈന്യത്തിന് നേരെ മാത്രമാണ് ആക്രമണം എന്നുള്ള
എന്നാണ് നെതന്യാഹു പറയുകയും ചെയ്യുന്നത്. പക്ഷേ ശ്രുതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇറാൻ ഇസ്രയേലും ഇത്രയധികം സംഘർഷത്തിലേക്ക് പോകുമ്പോൾ ലോകരാജ്യങ്ങൾ തന്നെ ആശങ്കയിലാണ് എന്നുള്ളതാണ്. ഗാസയിൽ നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം അത് ഒരു വംശഹത്യയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇറാനിൽ ഇത്ര വലിയ ആക്രമണം ഇസ്രായേൽ നടത്തുന്നത്. തിരിച്ചുള്ള ആക്രമണത്തിൽ ടെല്ലവീവിൽ ഇസ്രായേൽ തലസ്ഥാനത്ത് ഉൾപ്പെടെ ഇറാൻ തിരിച്ചടി നൽകി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ടെല്ലവീവിൽ ആളുകൾക്ക് ഇപ്പോൾ രാത്രി സുരക്ഷാ ബങ്കറുകളിൽ തുടരാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് മാറാൻ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറെടുക്കണം എന്ന് തന്നെയാണ്. രാത്രി നിരവധി സൈറനുകൾ മുഴങ്ങുന്നത് കേട്ടിരുന്നു ടെല്ലവീവിലും ജെറുസലേമിലും ഉൾപ്പെടെ. ജെറുസലേമിൽ ശക്തമായ സ്ഫോടനം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. ഇതിൽ 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നു. ഏതായാലും ഇറാൻ 2 ഘട്ടങ്ങളായി 150 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. 300 എന്ന് ഇസ്രായേൽ പറയുന്നു, പക്ഷേ 150 എന്നുള്ള കണക്കുകൾ കൂടിയാണ് അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അയൺ ഡോം, ഇതെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത്. 9 മിസൈലുകൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിൽ പതിച്ചിരിക്കുന്നത്. അതിൽ 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പലരുടെയും പരിക്കുകൾ നിസ്സാരം തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനം ജനവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. ഒരാളുടെയും പരിക്ക് ഗുരുതരമാണെന്ന് പറയുന്നു. പക്ഷേ അതിനിടയിൽ ചില വ്യാജ വാർത്തകൾ കൂടി പ്രചരിക്കുന്നുണ്ട്. ഒരു പൈലറ്റിനെ പിടികൂടിയിട്ടുണ്ട് ഇറാൻ സൈന്യം എന്നുള്ള വാർത്തകളൊക്കെ തന്നെ ഇസ്രായേൽ നിഷേധിക്കുന്നു. പക്ഷേ നിരവധി യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൻ്റേത് വെടിവെച്ചിട്ടുണ്ട് എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ശ്രുതി, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെ എങ്ങനെ നേരിടാം എന്നൊരു ചോദ്യവും ബാക്കിയാണ്. സമാധാന ശ്രമങ്ങൾ തുടരുന്നുമുണ്ട്. പക്ഷേ ആഗോള വിപണിയെ തന്നെ ഇത് ബാധിക്കുന്നു. ലോകരാജ്യങ്ങളെ തന്നെ പശ്ചിമേഷ്യയിൽ യുദ്ധം ബാധിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ ആഗോള വിപണി ഒപ്പം വ്യവസായങ്ങൾ, വ്യാപാരം ഒക്കെ തന്നെയും വലിയ മന്ദീഭവിച്ച അവസ്ഥയിലേക്ക് പോയിരുന്നു. പിന്നീടാണ് ഇപ്പോൾ അല്പം കരകയറി വരുന്നതിനിടയിലാണ് ഇപ്പോൾ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണവില കൂടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ 9% എണ്ണവില കൂടിയിട്ടുണ്ട് നിലവിൽ. അതും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ശ്രുതി. ഏതായാലും സമാധാന നീക്കങ്ങളും തുടരുന്നു എന്നുള്ളതാണ്.